വളരെ ദൗർഭാഗ്യകരമാണ് ഗവർണറുടെ ഓഫീസിൽ നിന്നും രാജ്ഭവനിൽ എത്തിയിരിക്കുന്ന തീരുമാനം. ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആയിട്ട് ആചരിക്കുവാൻ ആദ്യമായാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം എല്ലാ സർവകലാശാലകളിലും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ റിപ്പോർട്ട് സർക്കുലർ അയച്ചിരിക്കുകയാണ്. പല വൈസ് ചാൻസലർമാരും ഇതിനകം തന്നെ അവർ അഫിലിയേറ്റഡ് കോളേജുകളിലും സർവകലാശാലകളിലും കേന്ദ്ര നിർദ്ദേശപ്രകാരം വിഭജന ഭീതി ദിനം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യക്ക് 78ാം വർഷം ആചരിക്കുമ്പോൾ ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന അഭിമാനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അങ്ങനെ അഭിമാനിക്കേണ്ട ആഗസ്റ്റ് 15 തലേ ദിവസം ഇത്തരത്തിലുള്ള വിഭജന ഭീതി ദിനമായി ആഗസ്റ്റ് 15 ആ മഹത്വത്തിനെ ഇല്ലാതാക്കുവാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഹീനമായ ശ്രമമായിട്ട് മാത്രമേ എനിക്കിനെ കാണാൻ കഴിയുന്നുള്ളൂ. അതിന് വാസ്തവത്തിൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ കൂട്ടുനിൽക്കാൻ നിർബന്ധിതനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇന്ന് ഗവർണർക്ക് നിവേദനവും നൽകുകയുണ്ടായി. വാസ്തവത്തിൽ സർവകലാശാലകൾ വിഭജന ചിന്തയ്ക്ക് അതിന് വഴിമരുന്നിടാതെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സാഹോദര്യവും സമഭാവനയുമാണ് നാം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ സ്കൂൾ തലം മുതൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴെന്താ ഇവിടെ ഈ വിഭജന ഭീതി അത് നാടകമായിട്ടും അതുകൊണ്ട് എക്സിബിഷനായിട്ടും അവതരിപ്പിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്? ഈ അന്ന് വാസ്തവത്തിൽ വിഭജനം നടന്നപ്പോൾ മഹാത്മാഗാന്ധി ഉൾപ്പെടെ വളരെയധികം വേദന ഉണ്ടായിരുന്ന അവസരം തന്നെയാണ്. അങ്ങനെ വിഭജനം നടത്തുന്നതിന് അദ്ദേഹം പരമാവധി ശ്രമിച്ചു. ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ്. ചരിത്രം പഠിക്കാം. മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ വിഭജനത്തിനെതിരായിട്ട് നിന്നു, അല്ലെങ്കിൽ വിഭജനത്തിനെ അനുകൂലിച്ചു, ഈ ഹിസ്റ്ററി പഠിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് വിഭജന ഭീതി ദിനമായിട്ട് ആചരിക്കേണ്ട ആവശ്യം എന്താണ്? ഹിസ്റ്ററി ആയിട്ട് പഠിക്കട്ടെ, അത് ആർക്കും പഠിക്കാം. മുമ്പ് എന്തുകൊണ്ടാണ് പാകിസ്ഥാനും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടപ്പോൾ 2022 എന്നുള്ള കഥ പഠിക്കട്ടെ. പക്ഷെ അതിനു പകരം അതെന്തോ ഒരു വലിയ പാതകമാണ് ചെയ്തതെന്നും അന്ന് ചെയ്ത നേതാക്കന്മാരെല്ലാവരും നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണെന്ന രീതിയിലുള്ള ചിന്ത നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതൽ ഐക്യവും മത സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചു പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ വ്യത്യസ്ത മതങ്ങളിലെ, വ്യത്യസ്ത ഭാഷകളിലെ, വ്യത്യസ്ത ജീവിത ശൈലികളിലെ അതിനെല്ലാം കോർത്തിണക്കി 78 വർഷമായിട്ട് ഒന്നായി പോവാമെങ്കിൽ ഇന്ന് അതിനെ രണ്ടായി കാണിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഇതിന്റെ പിന്നിൽ ചില ദുഷ്ട ഉദ്ദേശങ്ങളുണ്ട്, ദുരുദ്ദേശങ്ങളുണ്ട്. അത് എക്സ്പോസ് ചെയ്യപ്പെടണം. യാതൊരു കാരണവശാലും പാടില്ല. കേരളം പോലെ അഭ്യസ്തവിദ്യരുള്ള ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരുള്ള സർവകലാശാലകളിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തിരിക്കുകയാണ്. ഇത് ദൗർഭാഗ്യകരമായ തീരുമാനമാണ്. തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി ഗവർണർ കേന്ദ്രത്തിന് ഉദ്ദേശിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനത്തിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികളും സമൂഹം മൊത്തത്തിൽ മാറി നിന്ന് നമ്മൾ ഒന്നാണ്, നമ്മൾ വർഗീയതയ്ക്ക് വിഘടനവാദത്തിനൊക്കെ എതിരാണെന്നും ശക്തമായി നിൽക്കുന്ന എല്ലാവരെയും ഒന്നുപോലെ കാണുന്നവരാണെന്ന് ചിന്തിക്കുന്ന കേരള സമൂഹം ഇനിയും ആ രീതിയിൽ തന്നെ സൗഹാർദ്ദത്തോട് പോകാനുള്ള അവസരം ഈ ആഗസ്റ്റ് 15 ഉണ്ടാകട്ടെ എന്നുമാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.